നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചാരു, ഇത് ഞാൻ ചെയ്തതല്ല. അയ്യോ, ഞാനൊന്നും ചെയ്തില്ല. ഓടാ, കട്ടവരാരെങ്കിലും പറയോ കട്ടത് ഞാനാണെന്ന്? അമ്മേ, ഇത്രയും നാൾ എല്ലാരും ചേർന്ന് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഉത്തമ പുത്രൻ, അച്ഛന്റെ വാക്കനുസരിക്കുന്നവൻ, നന്മവരം. ആഹാ, കേൾക്കാൻ എന്തൊരു രസമാ. ഇനി ആരെങ്കിലും ഇത് പറയാൻ വാ തുറക്കും ഈ വീട്ടില്. നീ വിചാരിക്കുന്ന പോലെ അല്ല, ഇതില് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എല്ലാം നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. വിട്ടില്ലെങ്കിൽ അളിയനും കിട്ടും. എടാ, ഞാനല്ല ഈ പോസ്റ്റ് ഒട്ടിച്ചത്. ഞാൻ അങ്ങനെ ചെയ്യില്ല. ആരാ ഇത് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. എനിക്കറിയാടാ. ഇത്രയും ലോ ലെവൽ ചിന്തിക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ. സത്യമായിട്ട് ഞാനല്ല. ഓടാം. അച്ഛാ, ഞാനല്ല. സത്യമായിട്ട് ഞാനത് ചെയ്തിട്ടില്ല. അവരെ പറഞ്ഞൊന്നും മനസ്സിലാക്ക്. മാഷിന് ഇപ്പൊ മനസ്സിലായില്ലേ ഉത്തമ പുത്രനാ ഇത് ചെയ്തേന്ന്? അച്ഛാ, സത്യം ഞാനല്ല. മതിയടാ നിന്റെ അഭിനയം. ഞാനൊരു ഫ്രോഡാ, സമ്മതിച്ചു. പക്ഷെ ആ പെണ്ണ് ശ്രേയ, അവൾ എന്ത് ചെയ്തിട്ടാടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? നാണമില്ലേടാ നിനക്ക്? ഞാനല്ലെന്ന് പറഞ്ഞില്ല നിന്നോട്. ചാരു, നീയെങ്കിലും പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. ചാരു, ഞാനല്ലെന്ന് പറ. സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ചാരു, പ്ലീസ്, ഞാനല്ല. പറയ് കാകോത്തി, എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇങ്ങനെ ചെയ്യോ? പറയ്, അച്ഛനോട് പറയും ഞാനല്ലാന്ന്. കാക്കുത്തി, എന്തിനാ ചേട്ടാ ഇത് ചെയ്തത്? എടുത്ത ചാടി ഒന്നും ചെയ്യരുതെന്നും ക്ഷമയോടെ ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്റെ ഒരു വാക്ക് പോലും കേൾക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. ചാരു, അല്ല, ഞാനല്ല. വിശ്വസിക്ക്. ചിലരോടുള്ള ദേഷ്യം കാരണം അവളുടെ ജീവിതവും നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനവും ഒറ്റ നിമിഷത്തെ ചിന്ത കൊണ്ടില്ലാതാക്കിയില്ലേ? ശ്രേയുടെ തെറ്റ് മറികടക്കാനായിട്ട് ചെയ്തത് വലിയ പാപമായി പോയൊക്കെ ചേട്ടാ. ഇപ്പൊ ശ്രേയക്ക് മാത്രല്ല, ഈ വീട്ടിൽ ആർക്കും തലയുയർത്തി നടക്കാൻ പറ്റില്ല. നാട് മുഴുവൻ നമ്മളെ നോക്കി ചിരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചില്ലേ? എന്തിനാ എല്ലാരും ഇങ്ങനെ കരയിപ്പിച്ച് പറ. അപ്പോ നീ എന്നെ വിശ്വസിക്കുന്നില്ലല്ലേ? ചാരു, പ്ലീസ്, നീ എന്നെ വിശ്വസിക്കും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. വിശ്വസിക്കും. ചാരു,
അറിയാതെ. എന്റെ പൊന്നോ, ഇവിടെ എല്ലാരും അഭിനേതാക്കളാണല്ലോ. ഒരുത്തം കഴിഞ്ഞപ്പോ മറ്റൊരുത്തൻ. ആഹാ. എടാ അരവിന്ദേ, ആകാശിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൻ ഒരു പാവമാ. ഇതിനൊക്കെ ചരട് വലിച്ചതേ ഈ നിൽക്കുന്ന ഐശ്വര്യക്കേടാ. ഇവന്റെ ചെവിയിൽ ഓരോ സമയത്ത് ഓരോന്നൊക്കെ ഓതി കൊടുത്തത്